ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ അപ്പോൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഞാൻ എന്താണ് മെട്രിക്സ്, എന്താണ് ഓർഡർ എന്ന് മാത്രം പറഞ്ഞു തന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ടൈപ്പ് ഓഫ് മെട്രിക്സ് കേട്ടോ. ടൈപ്പ് ഓഫ് മെട്രിക്സ് ആദ്യം ഞാൻ കുറച്ച് ഇതെന്താണെന്നുള്ളതൊക്കെ ഒരു ഐഡിയ തന്നാലല്ലേ നിങ്ങൾക്ക് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ തന്നിട്ട് നമുക്ക് എക്സാമ്പിളും എക്സസൈസും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ടൈപ്പ് ഓഫ് മെട്രിക്സിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോളം മെട്രിക്സ് ആണ്. എന്താണ് കോളം മെട്രിക്സ്? കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ A=205 ഇതെന്താണ്? ഒരു കോളം മെട്രിക്സ് ആണ്. ഇവിടെ എന്താണ്? കോളം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മളെന്ത് പറയുന്നത്? കോളം മെട്രിക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എ മെട്രിക്സ് ഹാവിങ് ഓൺലി വൺ കോളം ഈസ് കോൾഡ് കോളം മെട്രിക്സ്. ഓക്കെ, ഓൺലി വൺ കോളം ഈസ് കോൾഡ് കോളം മെട്രിക്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് മെട്രിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതാണ് റോ മെട്രിക്സ്. റോ മെട്രിക്സും ഈ കോളം മെട്രിക്സ് പറഞ്ഞ പോലെ തന്നെ അതിനോട് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ് എന്ത്? നമ്മുടെ റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A=317. ഇവിടെ എന്താണ്? റോ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റോ മെട്രിക്സ് എന്ന് പറയുന്നത്. കോളം ഇല്ലല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് A=2 -3 5 4 ഇതൊരു കോളം മെട്രിക്സ് ആണ് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കണം? നമുക്ക് സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്ക് എത്ര റോസ് ഉണ്ട്? ഇത് ഫസ്റ്റ് റോ അല്ലേ. 2 - 3 എന്നുള്ളത് ഫസ്റ്റ് റോ, 5 4 എന്നുള്ളത് സെക്കൻഡ് റോ. അതുപോലെ തന്നെ 2 5 എന്നുള്ളത് ഫസ്റ്റ് കോളം, -3 4 എന്നുള്ളത് സെക്കൻഡ് കോളം. അപ്പോൾ ഹിയർ എത്ര റോ ഉണ്ട്? റോ 1 റോ 2. ഇവിടെ കോളം 1 കോളം 2 അല്ലേ. അപ്പം ഇതിൻ്റെ ഓർഡർ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 2/2 അല്ലേ. ഓർഡർ ഈക്വൽ ടു എന്താണ്? 2/2 എന്ന് വെച്ചാൽ M=N ആണ്. M=N ആയിരിക്കണം എന്ത്? നമ്മുടെ സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മെട്രിക്സ് ഹാവിങ് all a matrix having rows equal to number of columns. A matrix having row equal to number of columns. Okay, അതാണ് എന്ത്? നമ്മുടെ സ്ക്വയർ മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആണ്. ഓക്കെ, എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഓക്കെ, ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഇപ്പം ഞാൻ എക്സാമ്പിൾ എഴുതുകയാണ്. 1 0 0 ദെൻ 0 3 0 0 0 5 ഇത് ഞാനൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള ഈ ഇതൊരു ഡയഗണൽ അല്ലേ. ഈ ഒരു ഡയഗണലിൽ എന്തായിരിക്കണം? എലമെൻറ്റ്സ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഈ ഡയഗണലിൽ എലമെൻറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ഡയഗണൽ ഇപ്പോൾ 0 ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒറ്റ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഇല്ലേ, ഇവിടെയൊക്കെയുള്ള ഈ എലമെൻറ്റ്സ് ഇതെല്ലാം എന്തായിരിക്കണം? നിർബന്ധമായും 0 ആയിരിക്കണം. ഡയഗണൽസ് ഒഴികെയുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം. എന്നാൽ അതിന് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. വേറൊരു കണ്ടീഷൻ, ഇപ്പോൾ ഡയഗണൽ 0 ആയിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് 0 ആയാലും നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പൊസിഷനിൽ എല്ലാം നിർബന്ധമായി എന്തായിരിക്കണം? 0 ആയിരിക്കണം. ആ ഒരു ടൈപ്പ് മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് having all diagonal diagonal matrix എന്ന് പറഞ്ഞാൽ diagonal matrix having all non-diagonal elements. All non-diagonal elements are 0. All non-diagonal elements are 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാതെ ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് എന്ത്? ഡയഗണൽ മെട്രിക്സ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാലാർ മെട്രിക്സ് എന്താണെന്ന് കേട്ടോ. സ്കാലാർ മെട്രിക്സ്, ഈ ടൈപ്പ് ഓഫ് മെട്രിക്സ് എല്ലാം നിർബന്ധമായി നമ്മൾ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാമെങ്കിലേ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്കാലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ എഴുതുന്നത് 3 0 0 0 3 0 ദെൻ 0 0 3. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം. വെച്ചാൽ ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. സ്കാലാർ മെട്രിക്സിന് ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. പിന്നെ ഈ ഡയഗണൽ മെട്രിക്സിലുള്ള ഡയഗണൽസ് ഇല്ലേ, ഡയഗണൽസ് എപ്പോഴും ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കണം, ഡയഗണൽ എലമെൻറ്റ്സ് മസ്റ്റ് ബി ഈക്വൽ ആയിരിക്കണം. ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ളതെല്ലാം 0 ആയിരിക്കണം. ഡയഗണൽസ് ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം 0 ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം, എല്ലാം ഈക്വൽ ആയിട്ട്. ഇപ്പോൾ 3 തന്നെയല്ലേ ഞാൻ ഡയഗണൽസ് എഴുതിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതുപോലെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് എന്ത്, ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്ക് വേറൊരു നെയിമും കൂടെ കൊടുക്കാൻ പറ്റും കേട്ടോ. എന്താണെന്നറിയാമോ, യൂണിറ്റ് മെട്രിക്സ്. ഓക്കെ, യൂണിറ്റ് മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 0 0 0 1 0 0 0 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയും വേറെ കാര്യം ഉണ്ട് കേട്ടോ. വേറെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സ്കാലാർ മെട്രിക്സും നിർബന്ധമായി എന്തായിരിക്കണം, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ സെയിം ആയിരിക്കണം. ഇതിപ്പോൾ 3/3 അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും എന്തായിരിക്കും,